കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും അമ്പലമണിയിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലേക്ക് നമ്മൾ പുറപ്പെടുന്ന ആ നിമിഷം മുതൽ ഗുരുവായൂരിലെത്തുന്ന ആ നിമിഷം വരെയും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനും നമ്മോടൊപ്പം യാത്ര ചെയ്യുകയാണ് എന്നതിന് ഉദാഹരണമാണ് ഇന്ന് പറയുന്ന ഈ കൃഷ്ണാനുഭവം. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനൊപ്പം സംസാരിച്ച് നടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച ഒരു അമ്മയുടെ അമ്പരപ്പിക്കുന്ന കൃഷ്ണാനുഭവമാണിത്. ഈ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അമ്മയുടെ ഭർത്താവും അധ്യാപകനായിരുന്നു. അമ്മയുടെ 4 മക്കളും ഗവൺമെന്റ് സർവീസിലാണ്. അമ്മയും കുടുംബവും ഗുരുവായൂരപ്പന്റെ പരമഭക്തരാണ്. അമ്മയും ഭർത്താവും എല്ലാ മാസവും ഗുരുവായൂരിൽ പോയി ഭഗവാനെ തൊഴുതു വരും. അവസരം കിട്ടുമ്പോഴെല്ലാം പോകും. ഓർമ്മ വെച്ച നാൾ മുതൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യും. അത് ഒരു തവണയൊന്നുമല്ല. ഒരു ദിവസത്തിൽ സമയം കിട്ടുമ്പോഴെല്ലാം അമ്മ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ 1000 നാമങ്ങളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. വീട്ടിലെ ഓരോ ജോലികളും ചെയ്യുന്നത് ഈ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടാണ്. അത് അമ്മയ്ക്ക് ഒരു ശീലമായി കഴിഞ്ഞു. അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ എന്നാൽ തൻ്റെ കൂടെ എപ്പോഴുമുള്ള കുഞ്ഞുകൃഷ്ണനാണ്. അമ്മ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് അങ്ങനെയാണ്, കുഞ്ഞുകൃഷ്ണനാണ്. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ആ അമ്മയും അച്ഛനും സദാസമയവും നാരായണ മന്ത്രത്തിൽ മുഴുകി. എല്ലാ ഞായറാഴ്ചകളിലും ഗുരുവായൂർ ദർശനത്തിനായി 2 പേരും കൂടി പോകും. മക്കളെല്ലാം അവരുടെ ജോലിസ്ഥലങ്ങളിൽ താമസമായി. അച്ഛനും അമ്മയും അവരുടെ കുഞ്ഞു കൃഷ്ണനും മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് പൂർണ്ണമായി മാറി. കുഞ്ഞുകൃഷ്ണൻ അവർക്ക് അവരോടൊപ്പം എപ്പോഴും വീട്ടിലുള്ള ഒരാൾ തന്നെയാണ്. ഗുരുവായൂരപ്പൻ അവർക്ക് കുഞ്ഞുകൃഷ്ണനാണ്. അങ്ങനെ ആ അച്ഛനും അമ്മയും തങ്ങളുടെ കുഞ്ഞുകൃഷ്ണനൊപ്പം സന്തോഷത്തോടുകൂടി ജീവിച്ചു. വർഷങ്ങൾ കുറെ മുന്നോട്ടു പോയി. അവർ 2 പേരും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വിഷമിച്ചു. പഴയതുപോലെ യാത്ര ചെയ്യാൻ വയ്യാതെയായി. പോകെ പോകെ ഗുരുവായൂരിലേക്കുള്ള യാത്രകൾ കുറഞ്ഞു. അമ്മയുടെ ഭർത്താവ് കിടപ്പിലായ ശേഷം അമ്മ തനിച്ച് വല്ലപ്പോഴുമൊക്കെ ഗുരുവായൂർ പോയി. ക്രമേണ ഒറ്റയ്ക്ക് പോകാൻ കഴിയാതെയായി. അവരുടെ വീട്ടിൽ കുറച്ച് കദളി വാഴകൾ നട്ടിരുന്നു. ആ കദളി വാഴകൾ മണ്ണിൽ കുഴിച്ചു വെച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഈ കദളി വാഴകളിൽ കുലകൾ ഉണ്ടാകുമ്പോൾ ആ കുലകളെല്ലാം ഗുരുവായൂരിലെ കുഞ്ഞുകൃഷ്ണനുള്ളതാണ്. ആ കദളി വാഴകളിൽ കുലകളായപ്പോൾ ആ അമ്മയും അച്ഛനും വിഷമിച്ചു. കുഞ്ഞുകൃഷ്ണന് കൊടുക്കാമെന്ന് പറഞ്ഞ കദളി കുലകളാണ്. പക്ഷേ കൊണ്ടുപോയി കൊടുക്കാൻ തീരെ വയ്യാതെയായി. കുല വെട്ടാൻ സമയമായി. രണ്ടും കൽപ്പിച്ച് അമ്മ പറഞ്ഞു, ഈ കദളി കുലകളുമായി താൻ കുഞ്ഞുകൃഷ്ണന്റെ അടുത്തേക്ക് പോകുകയാണെന്ന്. വയ്യാതെ ഗുരുവായൂർ വരെ കുലകളുമായി എങ്ങനെ പോകാനാണ്? നമുക്ക് മക്കളുടെ സഹായം തേടാമെന്ന് ആ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അവരൊക്കെ ജോലി തിരക്കിലാണ്, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, താൻ തന്നെ കൊണ്ടുപോയി കുഞ്ഞുകൃഷ്ണന് കൊടുക്കാം. അമ്മ ഗുരുവായൂരിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ കുഞ്ഞുകൃഷ്ണ എന്ന് മനസ്സുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കണം, ഭഗവാൻ രക്ഷയ്ക്കെത്തും എന്ന്. അമ്മ വാഴക്കുലകളെല്ലാം ഒരു ചാക്കിൽ കെട്ടി ഒരു അയൽക്കാരന്റെ സഹായത്തോടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രിയിൽ ട്രെയിൻ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി. മറ്റു യാത്രക്കാരുടെ സഹായത്തോടുകൂടി ചാക്കുകെട്ട് പുറത്തെത്തിച്ചു. അമ്മയ്ക്ക് ആ ചാക്കുകെട്ടും ചുമന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. അത്രയും ഭാരമുള്ള ആ ചാക്കുകെട്ട് ഒരുവിധം താങ്ങിപ്പിടിച്ച് അമ്മ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. അത്രയും ഭാരവും പേറി ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് വല്ലാതെ സങ്കടം വന്നു. ആ ട്രെയിനിൽ വന്നവരെല്ലാം അവരവരുടെ ലഗേജുമായി മുന്നോട്ട് നടന്നു നീങ്ങി. അമ്മ ഇരുട്ടത്ത് കണ്ണു നിറഞ്ഞു നിന്നു. ഒരു നിമിഷം അമ്മ വിചാരിച്ചു, തനിക്ക് ഇതും ചുമന്ന് നടക്കാൻ സാധിക്കില്ല, ഈ കദളിക്കുലകൾ കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന്.
ഏറെ നേരം വിഷമിച്ചു നിന്ന ശേഷം അമ്മ ആ ചാക്കുകെട്ട് താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. അമ്മ ഒന്ന് മാറി നിൽക്കൂ, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ കടലക്കുടകൾ നിറച്ച ചാക്കുകെട്ട് നിഷ്പ്രയാസം ഉയർത്തി സ്വന്തം ചുമലിൽ വെച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു. അമ്മ അമ്പരപ്പോടെ നോക്കി നിന്നു. അത്രയും ഭാരമുള്ള ചാക്കുകെട്ട് ഒരു പൂവിനെ എന്ന പോലെ നിസ്സാരമായി ചുമലിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ വേഗത്തിൽ നടന്നു. എന്നിട്ട് അമ്മയെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറയുകയാണ്, വേഗം വന്നോളൂ, ദർശനത്തിനുള്ള വരിയിൽ ആളായി തുടങ്ങി. അമ്മ വേഗം മുന്നോട്ട് നടന്നു. കാൽമുട്ടുകൾക്ക് നല്ല വേദന. ആ ചെറുപ്പക്കാരനൊപ്പം നടന്നെത്താൻ കഴിയുന്നില്ല. എപ്പോഴും ചൊല്ലുന്ന നാമങ്ങളൊക്കെ ചൊല്ലി നടന്നാട്ടെ, വേദന ഇപ്പോൾ മാറും എന്നും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ വേഗം വേഗം നടന്നു. അമ്മ വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും ചൊല്ലി അയാൾക്കൊപ്പം വേഗം നടക്കാൻ ശ്രമിച്ചു. കുറച്ചു മുന്നോട്ട് പോയപ്പോൾ കാലിലെ വേദനയെല്ലാം മാറിയ പോലെ തോന്നി അമ്മയ്ക്ക്. വേഗത്തിൽ നടക്കാനും സാധിക്കുന്നുണ്ട്. വേഗം നടന്ന് ആ ചെറുപ്പക്കാരനൊപ്പം എത്തി. എന്നിട്ട് ചോദിച്ചു, കുട്ടി ആരാണ്? അയാൾ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അമ്മ വീണ്ടും ചോദിച്ചു, കുട്ടി ആരാണ്? എന്നെ സഹായിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? അപ്പോഴും അയാൾ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. 20 വയസ്സോ മറ്റോ പ്രായം തോന്നിക്കുന്ന ഒരു യുവാവാണ്. അയാൾ ഒരു മഞ്ഞ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ഒരു മഞ്ഞ നേരിയത് പുതച്ചിട്ടുമുണ്ട്. തോള് വരെ ചുരുണ്ട മുടിയുള്ള ഒരാൾ. മുഖത്ത് വല്ലാത്തൊരു തേജസ്. എന്തൊക്കെയും അയാളോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ചോദ്യങ്ങളെല്ലാം മറന്നു പോകുന്നു. അയാളുടെ പുഞ്ചിരിയിൽ എല്ലാം മറക്കുന്നു. ഓർമ്മയിലേക്ക് ഒന്നും ഒഴുകിയെത്തുന്നില്ല. ഒരു രോഗാവസ്ഥയും തോന്നുന്നില്ല. വേഗം വേഗം അയാൾക്കൊപ്പം മുന്നോട്ട് നടന്നു. എത്ര വേഗം കിഴക്കേ നടയിലെത്തി. അവിടുത്തെ വെളിച്ചത്തിലാണ് ശരിക്കും കൂടെ വന്ന ആ യുവാവിന്റെ മുഖം കാണുന്നത്. ആ മുഖത്ത് എന്തൊരു തേജസ്! അയാൾ ആ ചാക്കുകെട്ട് അവിടേക്ക് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, വേഗം ഇതുമായി അകത്തേക്ക് ചെന്നോളൂ. നന്നായി തൊഴുതിട്ടിറങ്ങിയാൽ മതി കേട്ടോ, ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ കുട്ടി അകത്തേക്ക് വരുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചു. ഇപ്പോൾ വരുന്നില്ല, കുറച്ച് ആളുകൾ വരാനുണ്ട്, ഞാൻ അവരുടെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് അമ്മ ഓർത്തത്, ഇത്രയും ഭാരമുള്ള ചാക്കുകെട്ടുകൾ ചുമന്ന് ഇവിടെ വരെ ആ പാവം യുവാവ് എത്തിച്ചു. എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കണം. തന്റെ കയ്യിലുള്ള പേഴ്സ് തുറന്ന് കുറച്ച് രൂപ എടുത്ത് വേഗം അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇതുകൂടി വച്ചോളൂ അമ്മയുടെ ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞ് ആ രൂപ അയാളുടെ കയ്യിലേക്ക് വയ്ക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് സന്തോഷമാവുമെങ്കിൽ അത് അകത്തെ വഞ്ചിപ്പെട്ടിയിലിട്ടോളൂ എന്ന് പറഞ്ഞ് യുവാവ് വേഗം നടന്നു നീങ്ങി. അപ്പോഴാണ് അമ്മ ഓർത്തത്, പേര് പോലും ചോദിച്ചില്ലല്ലോ എന്ന്. അപ്പോഴേക്കും അയാൾ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു നീങ്ങിയിരുന്നു. കുട്ടി, പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ എന്ന് അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാൾ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, കുഞ്ഞുകൃഷ്ണനെന്ന് വിളിച്ചോളൂ എന്ന്. എന്നിട്ട് വേഗം അയാൾ ഇരുളിലേക്ക് നടന്നു നീങ്ങി. അമ്മയ്ക്ക് ശരീരമാസകലം ഒരു വിറയൽ പോലെ തോന്നി. എന്റെ കുഞ്ഞുകൃഷ്ണ എന്ന് വിളിച്ച് അമ്മ പരിസരം മറന്ന് ഉറക്കെ കരഞ്ഞു. അമ്മയുടെ കരച്ചിൽ കണ്ട് ആരൊക്കെയോ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. ക്ഷേത്രത്തിൽ ഹരിനാമ കീർത്തനം മുഴങ്ങി കേൾക്കുകയാണ്. ഹരിനാരായണായ നമ എന്ന മന്ത്രം കാതിലിങ്ങനെ മുഴങ്ങുകയാണ്. ആ ഒരു മന്ത്രം മാത്രമേ അമ്മ അപ്പോൾ കേൾക്കുന്നുള്ളൂ. ആരൊക്കെയോ അമ്മയെ അകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. കദളിക്കുലകളെല്ലാം ഭഗവാൻ സമർപ്പിച്ച് അമ്മ നിന്ന് തേങ്ങിക്കരഞ്ഞു. ആപത്ത് കാലത്ത് കുഞ്ഞുകൃഷ്ണൻ കൂട്ടിനെത്തി. എന്നിട്ടും തന്റെ കുഞ്ഞുകൃഷ്ണനെ തിരിച്ചറിയാൻ തനിക്ക് കഴിഞ്ഞില്ല. തൊഴുതു പുറത്തേക്കിറങ്ങി അമ്മ അവിടെയെല്ലാം തന്റെ കുഞ്ഞുകൃഷ്ണനെ തിരക്കി. എങ്ങും കണ്ടില്ല. അമ്മയ്ക്ക് മനസ്സിലായി, ശ്രീകോവിലിൽ നിന്നിറങ്ങി തന്റെ രക്ഷയ്ക്കെത്തിയ കുഞ്ഞുകൃഷ്ണൻ തിരികെ ശ്രീകോവിലിലേക്ക് തന്നെ കയറിയിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഭക്തരെത്തുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി വീണ്ടും കുഞ്ഞുകൃഷ്ണൻ ഇറങ്ങി വരും. അമ്മ തിരിച്ച് വീട്ടിലെത്തി. അമ്മ
അമ്മ പറഞ്ഞ കഥകളൊന്നും മക്കൾ വിശ്വസിച്ചില്ല. അമ്മയുടെ ബുദ്ധിമുട്ട് കൊണ്ട് സഹായിക്കാനെത്തിയ ആരെങ്കിലുമാകും അതെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവരുടെ അച്ഛൻ ആ അമ്മയോട് പറഞ്ഞു, വിശ്വാസിയുടെ കണ്ണിലാണ് ഈശ്വരൻ തെളിയുന്നത്. വിശ്വസിക്കുന്നവന് ആപത്തിൽ സഹായിക്കുന്നവൻ തൻ്റെ ദൈവമാണ്. ആ കുട്ടി നമുക്ക് നമ്മുടെ കുഞ്ഞുകൃഷ്ണൻ തന്നെയാണ്. ആരുമില്ലാതെ കൂരിരുളിൽ തനിച്ചാകുമ്പോൾ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ആ തേജസ്സിന്റെ പേരാണ് ഈശ്വരൻ. ആ ചൈതന്യത്തെ നമുക്ക് കൃഷ്ണനെന്നോ അച്യുതനെന്നോ മാധവനെന്നോ കുഞ്ഞുകൃഷ്ണനെന്നോ വിളിക്കാം. ഒറ്റയ്ക്കായി പോകുന്ന ജീവിത സന്ദർഭങ്ങളിൽ ഓടിവന്ന് കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ആ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പേരാണ് ഗുരുവായൂർ കണ്ണൻ. ആരുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഞാനെന്റെ കൂടെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വന്ന് കൈപിടിക്കുന്ന ആ വലിയ ശക്തി, അതാണ് ഗുരുവായൂരപ്പൻ. എല്ലാ ആപത്തുകളിലും ഭക്തവത്സലനായ ഭഗവാന്റെ സഹായം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാകട്ടെ. നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും ഉണ്ടാകട്ടെ.